ആദ്യമേ പറയാ സോറി ഫോർ ദി ഡിലേ ദ വീഡിയോസ് വരാൻ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടെന്നറിയാം. കഴിഞ്ഞ ശനിയാഴ്ച എടുത്തു വെച്ച വീഡിയോ ആണിത്. പക്ഷേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല, എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല, ഒന്നിനും സമയം കിട്ടില്ല. ഇന്നിപ്പം വ്യാഴാഴ്ചയായി. ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇപ്പം തന്നെ അത് പോസ്റ്റ് ചെയ്യണം. കല്യാണത്തിന് മുന്നോടിയായിട്ട് നമ്മൾ പുടവ കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് ഞങ്ങൾ പെങ്ങന്മാരാണ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് പോവാറ്. അപ്പം ഞങ്ങൾ ജാതകം എന്തോ കൈമാറുള്ളതിനെ കൊണ്ടാണ് ഇത് രാവിലെ പോയത്. ബേക്കിൽ കാറ് വരുന്നുണ്ട്, നമുക്ക് വേറെ ഇന്നോവയാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നോവയല്ലായിരുന്നു, വേറെ ഏതോ ഒരു വണ്ടിയായിരുന്നു. 7 സീറ്ററാണ്. പക്ഷേ അതേതാ വണ്ടി എനിക്കറിയത്തില്ല, പേരറിയത്തില്ല. അതുപോട്ടെ, 2 കാറിലായിട്ടാണ് ആൾക്കാർ പോയത്. ഈ പോണ കാറിൽ പുടവയായിട്ട് 3 ചേച്ചിമാരും അങ്ങനെ എന്തോ പോയി. രണ്ടാമത്തെ കാറിൽ ഞാൻ, മിന്നു, ചിന്തു, പിന്നെ ബാക്കി വേറെ അങ്ങനെ കുറച്ചധികം കസിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗേൾസ് ഓൺലി ട്രിപ്പ് എന്ന് പറയുക വേണമെങ്കിൽ വടകര വരെ. പക്ഷേ ഞങ്ങളങ്ങനെ വൈബൊന്നും ആക്കിയിട്ടില്ല. കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു മൂഡിലാണ് പോയത്. അങ്ങോട്ടും ബ്ലോക്ക് കുടുങ്ങുമോ എന്ന് തിരിച്ചു ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഗേജ്മെൻറ്റ് പോയപ്പോൾ ഞങ്ങൾക്കൊന്ന് ബ്ലോക്ക് കുടുങ്ങിയതാണ്. വടകര ഇപ്പം ഭയങ്കര ബൈപ്പാസിൻ്റെ പണിയൊക്കെ നടക്കുന്നതിനെ കൊണ്ട് അങ്ങനെയാണല്ലോ. ഞങ്ങൾ വീട്ടിലെത്തി, അവിടെ എത്തി. ഫോട്ടോഗ്രാഫർ ഉള്ളതിനെ കൊണ്ട് കുറച്ചധികം അവരുടേതായ ഫോട്ടോ എടുക്കൽ, വീഡിയോ എടുക്കൽ, അത് ഇത് അങ്ങനെ പറഞ്ഞ് ഓരോ ചെയ്യിപ്പിക്കലുണ്ടായിരുന്നു. ചേച്ചിക്ക് അന്ന് ടെമ്പിൾ ഷൂട്ട് ഉണ്ടായിരുന്നു, അതാണ് ഈ കോസ്റ്റ്യൂമിലൊക്കെ. ഞങ്ങളവിടെ എത്തിയപോലെ തന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടി. അതൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഈ പുടവെടുക്കുന്ന ചടങ്ങൊക്കെ ചെയ്ത്. പിന്നെ ജാതകം കൈമാറൽ, അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അങ്ങനെ നോക്കിയില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡാണ് മെയിൻ. ഞങ്ങൾ രാവിലെ അതിനെക്കൊണ്ട് ഉച്ചത്തെ ഫുഡല്ല, രാവിലത്തെ ഫുഡാണ്. പൊറാട്ട, പത്തിരി, ബ്രെഡ്, കുറുമക്കറി, ചിക്കൻ കറി, അങ്ങനെ പറഞ്ഞ് കുറേ വിഭവങ്ങൾ ഞങ്ങൾക്ക് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അത് എല്ലാം കഴിച്ച് ഞാൻ ഇപ്പം ബ്രെഡ്, പൊരിച്ച പത്തിരി അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ചേച്ചീൻ്റെ വീടൊക്കെ കാണാൻ തിരിച്ച് ചേച്ചീൻ്റെ റൂമൊക്കെ കാണാൻ വെച്ചാൽ റൂമിലൊക്കെ പോയി. പിന്നെ അവിടെ നിന്ന് കുറച്ച് റിസപ്ഷനിലേക്കുള്ള ഡ്രസ്സൊക്കെ ഇവിടെയായിരുന്നു ഉള്ളത്, അതൊക്കെ എടുത്ത് പോകാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളൊരു 11:30 ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബ്ലോക്ക് കുടുങ്ങുമെന്ന് പേടിച്ചിരുന്നു, പക്ഷേ ബ്ലോക്ക് കുടുങ്ങി. എന്ത് ചെയ്യാനാ, കഷ്ടകാലത്തിന് ബ്ലോക്ക് കുടുങ്ങി. ഞങ്ങൾ പിന്നെ വീട്ടിലെത്തുമ്പോൾ ഒരു 1:30-2 മണി അങ്ങനെ എന്തോ ടൈം ആയിട്ടുണ്ട്. ഭയങ്കര ബ്ലോക്കായിരുന്നു.